തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സ്കൂൾ വാനാണ് അപകടത്തിൽപ്പെട്ടത്. നെട്ടയം സെയിന്റ് ശാന്തൻ സ്കൂളിന്റെ വാൻ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വാനിലുണ്ടായിരുന്ന കുട്ടികൾക്കാർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം. സെന്റ് ശാന്തൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികൾക്ക് നേരിയ പരിക്കുകളേ ഉള്ളൂ. നമുക്ക് കാണാൻ സാധിക്കും ഈ സ്കൂളിൽ ഇത്രയും അധികം പാർക്കിംഗ് ഏരിയ ഉണ്ടായിട്ടും പ്രൈവറ്റ് വാഹനങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്യവാഹനങ്ങൾ അകത്ത് പ്രവേശിക്കരുതെന്ന്. അത്തരത്തിൽ വന്ന ഒരു പ്രൈവറ്റ് ബസ്സിലുണ്ടായിരുന്ന 32 കുട്ടികളും അടങ്ങുന്ന ഒരു വാനാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വളരെ നേരിയ വീതിയുള്ള ഒരു റോഡാണ്. അതുപോലെ തന്നെ ഈ വഴിയിൽ കൂടിയാണ് ബസ് ഇറങ്ങി വന്നത്. ഇവിടെ നിന്ന് വന്ന് ഇവിടെ ഇട്ട് ആ ബസ് തിരിക്കുന്ന സമയത്താണ് പുറകിലേക്ക് തെന്നിമാറി താഴ്ചയിലേക്ക് വീടാനായിട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ കുട്ടികളെ എല്ലാവരെയും വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കുകയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തു. വണ്ടിയിൽ മൊത്തം പിള്ളേരാണ്, ഫുൾ പിള്ളേരായിരുന്നു. ഈ ഫ്രണ്ടിലോട്ട് കുറച്ച് വലിയ പിള്ളേരായിരുന്നു. അതെല്ലാം ടപ്പനെ ഇറങ്ങി. അവര് ബാക്കിൽ കുറെ കൊച്ചു പിള്ളേരായിരുന്നു. കണ്ണ് ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നു. ഇതിനു മുൻപും പലതവണ പ്രദേശവാസികളും മാതാപിതാക്കളും ഒക്കെ സ്കൂൾ അധികൃതരോട് ഇത്തരത്തിൽ ഇവിടെ ഒരു സംരക്ഷണ വേലി അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇങ്ങോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനും ഈ റോഡിനപ്പുറേ അരുവിക്കര പഞ്ചായത്തിന്റെയും വകയാണ്. പഞ്ചായത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പോഴും അവർക്ക് ഫണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവരും ഒന്നും ചെയ്യുന്നില്ല. തൽക്കാലം ഇവർ ഈ കുഞ്ഞുങ്ങളെ അകത്തോട്ട് കയറ്റി, ഈ പിള്ളേരെ എല്ലാം അകത്ത് കയറ്റി ഇറക്കി വാഹനം പോകാനുള്ള സംവിധാനം. ഈ താഴ്ചയ്ക്ക് താഴെ താമസിക്കുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്ത വൃദ്ധ ദമ്പതികളായിട്ടുള്ള 2 പേരാണ്. അവരും പലതവണ നോട്ടീസ് നൽകുക അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക ഒക്കെ ചെയ്തിരുന്നു. അവരാണ് പറഞ്ഞത് ഒപ്പിട്ട് കൊടുക്കാൻ, എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ 110 ഒപ്പിട്ട് ഇവിടെ കൊടുത്തപ്പോൾ അതിന്റെ മറുപടി ഒന്നും പേപ്പറും ഇല്ല. വേണ്ട വിധത്തിലുള്ള നടപടികൾ മറ്റധികൃതർ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ നല്ലേ മുരുകനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.